ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിംനാസ് ഫുഡ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലാന്നുണ്ടെങ്കിൽ രാത്രിയിലൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒത്തൻറ്റിക് ആയിട്ടുള്ള കൈപ്പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കി. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോകരുത്. കാരണം കാണുന്നതിൽ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു കൈപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഈ ഒരു കൈപ്പത്തിരി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പം അതേപോലെ നൈസ് പത്തിരി ഇടിയപ്പമൊക്കെ ചുടാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നൈസായിട്ടുള്ള 2 കപ്പോളം വരുന്ന അരിപ്പൊടി നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/2 കപ്പോളം വരുന്ന തേങ്ങ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം, അതായത് ഫെനൽ സീഡ്സ് ആണ് കേട്ടോ. പിന്നെ ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു തേങ്ങയുടെ ഈ ഒരു ക്രഷ് നമ്മൾ പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഒന്ന് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു തേങ്ങ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ട് തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പൊടിയിലിട്ടിട്ട് ആദ്യം കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം ഒഴിക്കാൻ പാടില്ല. നല്ല തിളച്ച വെള്ളം വേണം നമ്മൾ ഒഴിക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും നമ്മുടെ പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് മാറുള്ളൂ. വെള്ളം എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാതെ കുറച്ചായിട്ട് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എത്രത്തോളം ഒഴിക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഈ ഒരു പൊടി മൊത്തത്തിൽ ഞാൻ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റ് പരുവം എങ്ങനെയാണ് മനസ്സിലാകുന്നത് വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ അടിയിൽ ഇങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാനായിട്ട് പാടില്ല. അതേസമയം നമ്മുടെ മാവ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ. അതാണ് ഈ ഒരു മാവിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മാവ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ആദ്യം ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഇനി ഈ ഒരു മാവ് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഒരു 5-6 മിനിറ്റിന് ശേഷം മാവ് നമുക്ക് വീണ്ടും കൈവച്ചിട്ടൊന്ന് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം കേട്ടോ. ഇനി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു അങ്ങനെയുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തടവി കൊടുത്തതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് മാവ് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ എത്രത്തോളം നമ്മുടെ ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നു അത്രത്തോളം നമ്മുടെ ഈ ഒരു കൈപ്പത്തിരി എന്ന് പറയുന്നത് ഉൾഭാഗമൊക്കെ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കുഴച്ചെടുത്താലും മതി. ഇനി ഇതേ പാനിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് മാവ് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് പരത്തിയെടുക്കാം കേട്ടോ. കൈയുടെ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അപ്പം എന്ന് പറയുന്നത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ കയ്യിൽ കുറച്ചൊന്ന് വെളിച്ചെണ്ണയൊക്കെ തടവി കൊടുത്ത് പരത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പരന്ന് കിട്ടും. അപ്പോൾ കൈ പൊള്ളാതെ സൂക്ഷിക്കുക. പതുക്കെ പരത്തിയെടുക്കുക. നല്ല അധികം നൈസാക്കണ്ട കേട്ടോ. ഇച്ചിരി കട്ടിയിലാണ് നമുക്ക് ഈ ഒരു അപ്പം വേണ്ടത്. ഒരുപാട് അങ്ങോട്ട് നൈസായി കഴിഞ്ഞാൽ നമ്മുടെ അപ്പം കഴിക്കുന്ന സമയത്ത് വല്ലാതെ അങ്ങോട്ട് ക്രിസ്പി ആയിപ്പോവും. അപ്പോൾ ഇച്ചിരി ഒന്ന് കട്ടിയിൽ പരത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അതേസമയം പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് പരത്തി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പത്തിൻ്റെ ഒരു സൈഡ് വെന്തെന്ന് കഴിഞ്ഞാൽ ഈ ഒരു അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇനി നെയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതൊന്നും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ നെയ്യൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അടിഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടി അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പം 2 സൈഡും നന്നായിട്ട് വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ ഈ ഒരു അപ്പമൊക്കെ ചൂടോട് കൂടി കഴിക്കാം കേട്ടോ. അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതുപോലെ കൈ വെച്ചിട്ട് പരത്താൻ ബുദ്ധിമുട്ടാണ്, അതായത് പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ നമ്മൾ എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു ഭാഗത്തായിട്ട് മാവ് വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു മാവ് പ്ലാസ്റ്റിക് കവറിൻ്റെ മറ്റേ ഭാഗം കൊണ്ട് ഇതുപോലെ അങ്ങോട്ട് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈ ഒരു പ്ലേറ്റ് വെച്ചിട്ട് പതുക്കെ പ്ലേറ്റിൻ്റെ 2 അറ്റം പിടിച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യരുത്. നമ്മുടെ മാവ് നൈസായി പോവും. അതായത് മാവ് നമ്മൾ കല്ലിലിട്ട് വേവിക്കുന്ന സമയത്ത് ക്രിസ്പി ആയി പോകും. അതുകൊണ്ട് ഇച്ചിരി ഒന്ന് കട്ടിയോട് കൂടി വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പതുക്കെ നമ്മൾ ആദ്യം ചെയ്ത രീതിയിൽ കല്ലിൽ കുറച്ച് എണ്ണ ആക്കി കൊടുക്കുക. അതെണ്ണ ചൂടാകുന്ന സമയത്ത് ഈ ഒരു മാവ് പതുക്കെ കവറിൽ നിന്ന് ഇതുപോലെ അങ്ങോട്ട് വിടിയിച്ച് നമുക്ക് നേരെ കല്ലിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എളുപ്പമാണ്. കൈ വെച്ചിട്ട് പരത്താനാണ് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. ഇനി കവറിലാണ് നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയാലും കുഴപ്പമില്ല. ഇനി നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു മെത്തേഡ് തന്നെ അടച്ച് വെച്ചിട്ട് ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നെയ്യൊക്കെ ഒഴിച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൈപ്പത്തിരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു.
അപ്പോൾ ഈ ഒരു അപ്പത്തിന് നമ്മുടെ ഇന്നത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ. തേങ്ങാ ചമ്മന്തി ഈ ഒരു അപ്പം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കും, അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു കറക്റ്റ് ടേസ്റ്റ് മനസ്സിലാവുക. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജാം കൂട്ടി കഴിക്കാം, കറിയാണെന്നുണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാം. നല്ല ചൂടുള്ള അപ്പമാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈ ഒരു അപ്പത്തിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും എന്തായാലും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുക. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കൈപ്പത്തിരിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ എന്തായാലും ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ക്ലിക്ക് ചെയ്യാതെ പോലെ. പിന്നെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ തന്നെ കമൻറ്റും കൂടി ചെയ്യട്ടെ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ. ബൈ.